വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. നമ്മൾ മാത്സിൻ്റെ പ്രധാനപ്പെട്ടതെന്നും പറഞ്ഞ് ഞാനൊരു ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളെ അത് കയറി കാണണേ. അപ്പോൾ അതിനകത്തിൽ കുറച്ച്, അതായത് 4ാമത്തെ പാഠത്തിൽ ഞാനൊരു ലാസ്റ്റ് കുറച്ചുകൂടി എടുക്കാനുണ്ടായിരുന്നു. അത് വേറെ കുറേ പ്രധാനപ്പെട്ടതും കൂടാണ്. എപ്പോഴും പ്രധാനപ്പെട്ടതാണ് ഞാൻ തരുന്നത് കേട്ടോ. പരീക്ഷ ഇനി വരാറായി, ഇനിയും വിരളിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക്. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നോക്കി കുറച്ച് ഞാൻ പറയുകയാണ്. നമ്മുടെ 4ാമത്തെ പാഠത്തിൻ്റെ ലാസ്റ്റ് ഒരു ഇച്ചിരി പറയാനുണ്ടായിരുന്നു. നമുക്ക് അത് കുറച്ചെടുത്തിട്ട് തുടങ്ങാം. ഇത് പറഞ്ഞില്ല നിങ്ങളെ ഞാൻ നോക്കിയേ, ലാർജും സ്മാളും ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് കേട്ടോ. ഞാൻ എളുപ്പം മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ 2 സംഖ്യകൾ തരിക, നോക്കിയേ, ഇത് ഫ്രാക്ഷൻ ആണല്ലേ. ഇത് ഡിവൈഡ് ചെയ്ത് 3/5 2/5 ഇങ്ങനെ 2 സംഖ്യകൾ നമുക്ക് തരിക. ഇതിനകത്തിൽ വലുത് ഏതാണ്? 3/5 ആണോ അതോ 2/5 ആണോ വലുത് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. എന്താ നിങ്ങളെ, 3/5 ആണോ വലുത് 2/5 ആണോ വലുത് എന്ന് കണ്ടുപിടിക്കാനാണ്. ഒരു ചെറിയ ക്ലൂ ഓർത്ത് വെച്ചാൽ മതി നിങ്ങൾ. എന്തോന്നറിയോ, ഡിനോമിനേറ്റർ, അതായത് ഛേദം ഒരുപോലെയാണെങ്കിൽ, നോക്കിക്കോണേ, ഛേദം ഒരുപോലെയാണെങ്കിൽ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ഒരുപോലെയാണെങ്കിൽ അതിൻ്റെ ന്യൂമറേറ്റർ ഏതാണോ വലുത് അതാണ് വലുത്. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, മനസ്സിലായോ? ഡിനോമിനേറ്റർ ഒരുപോലെയാണ്, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടേ. ഡിനോമിനേറ്റർ എന്ന് വെച്ചാൽ ഛേദം ഒരുപോലെയാണ്. നല്ലപോലെ മനസ്സിലാക്കണം. ഇനി ഏത് കണക്ക് തന്നാലും നിങ്ങൾക്കത് ചെയ്യാൻ അറിയണം. ഇത് തന്നെ ആയിരിക്കത്തില്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, വേറെ ഏതെങ്കിലും ആയിരിക്കാം. അപ്പം നിങ്ങൾ ഈ ക്ലൂ ഓർത്താൽ മതി. ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം ഒരേപോലെയാണോ? ആണ്. അപ്പോൾ അതിനകത്തിലെ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം ഏതാണ് വലുത് അതാണ് അതിൻ്റെ വലുത്. വലുത് ചെറുത്, ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഒക്കെ അറിയാമോ നിങ്ങളെ. എങ്ങോട്ടാണോ തുറന്നിരിക്കുന്നത്, അതെ ഇതിൻ്റെ കണ്ടോ. കുഞ്ഞിലേ മുതലേ ഞാൻ എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെയാണ്. എൻ്റെ വാ മീൻസ് ഇതല്ലേ, അത് എങ്ങോട്ടാണോ തുറന്നിരിക്കുന്നത് അതാണ് വലുത് കേട്ടോ. ആ ക്ലൂ വെച്ച് അങ്ങ് പഠിക്കണം, മനസ്സിലാക്കി പോണേ നിങ്ങളെ. ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം ഒരുപോലെയാണെങ്കിൽ ന്യൂമറേറ്റർ ഏതാണോ വലുത് അതാണ് നമ്മൾ വലുതായിട്ട് പറയുന്നത്. അല്ലോ, മനസ്സിലാവുന്നുണ്ടോ? ഡിനോമിനേറ്റർ സെയിം ആയ നമ്പറിൻ്റെ ന്യൂമറേറ്റർ, ക്ലൂ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം. ന്യൂമറേറ്റർ ഏതാണോ ബിഗ് അവിടോട്ട് എന്ത് ചെയ്യിക്കണം, അതിൻ്റെ തുറന്നിരിക്കണം കേട്ടോ. ഇതൊരു ക്ലൂ ഞാൻ ചുമ്മാ എഴുതി വെച്ചതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ നോക്കൂ നിങ്ങളെ, നോക്കി ഇതിലേതാ 4/8 5/8 അല്ലേ. 4/8 5/8 ഇതിൽ വലുതേതാ? ഇപ്പം ഇത് മനസ്സിലായവർക്ക് ഇത് പറയാൻ പറ്റില്ലേ? നോക്കിയോ നിങ്ങൾ, ഇവിടെ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. നമ്മൾ ആദ്യം നോക്കേണ്ടത് അതാ കേട്ടോ. ഡിനോമിനേറ്റർ സെയിം ആണോ? ആണെങ്കിൽ ന്യൂമറേറ്റർ ഏതാ വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആണെങ്കിൽ ന്യൂമറേറ്റർ ഏതാ വലുതെന്ന് വെച്ചാൽ അതായിരിക്കും വലുത് കേട്ടോ. ഗ്രേറ്റർ ദാനും സ്മാളർ ദാനും ഒക്കെ നമ്മൾ പറയത്തില്ലേ, ഗ്രേറ്റർ ദാൻ സ്മാളർ ദാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങളെ. അപ്പോൾ നിങ്ങൾ അതൊന്നും ഇവിടെ ഏതായതാന്നല്ല, ഈ ആരോ മാർക്ക് ഇടുന്നത് എങ്ങോട്ടാണെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എങ്ങോട്ടാണ് ഇതിൻ്റെ തുറന്നിരിക്കേണ്ടത്, കറക്റ്റ് അതാ കേട്ടോ. എങ്ങോട്ടായിരിക്കും ഈ ക്ലൂ ഓർത്താൽ മതി നിങ്ങളെ. ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം ഒരുപോലെയാണെങ്കിൽ ന്യൂമറേറ്റർ ഏതാണോ വലുത് അങ്ങോട്ട് തുറന്നിരിക്കുക. ഇനി ഏത് കണക്ക് തന്നാലും നിങ്ങളത് ചെയ്തോണം. ഓക്കെ ആണേ. ഇവിടെ ഒരെണ്ണം കൂടെ നോക്കൂ നിങ്ങൾ. എവിടെ നോക്കിയേ, ഡിനോമിനേറ്റർ 2 നോക്കിയേ 10 ആണ് അല്ലേ, 10 ആണ് 2. അപ്പം ന്യൂമറേറ്റർ ഏതാണോ വലുത് അങ്ങോട്ട് തുറന്നിരിക്കണം. ന്യൂമറേറ്റർ എന്ന് വെച്ചാൽ അംശം അല്ലേ. അംശം ഏതാണോ വലുത് അങ്ങോട്ട് തുറന്നിരിക്കാം. ഓക്കെ ആണോ? ആ 3 ഓക്കെ ആണോ നിങ്ങളെ? ഇത് ഓക്കെ. ഇത് എളുപ്പമാകാൻ കാര്യം എന്തുവാ, ഇതിൻ്റെ ഡിനോമിനേറ്റർ നോക്കിയേ സെയിം ആണ്. നോക്കിയേ, ഇവിടെ 5 ആണ്, ഇവിടെ 8 ആണ്, ഇവിടെ 10 ആണ്. അപ്പോൾ എളുപ്പമല്ലേ നമുക്ക്. ഇതിൻ്റെ ഒരു മാർഗ്ഗം നമുക്ക് കിട്ടുമല്ലോ, യാതൊരു സംശയമില്ലല്ലോ. ഓക്കെ ആണോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ ന്യൂമറേറ്റർ ഒരുപോലെയും ഡിനോമിനേറ്റർ ഡിഫറൻറ്റുമാണെങ്കിൽ ഇതിനകത്തിലെ വലുതും ചെറുതും എങ്ങനെ കണ്ടുപിടിക്കും? ഇതിന് സംശയമൊന്നുമില്ലേ? നമ്മൾ ഓരോരോ പാർട്ടിലോട്ട് പോവുക. നല്ലപോലെ മനസ്സിലാക്കണം നിങ്ങൾ. അടുത്ത പഠിക്കുമ്പോഴത്തേക്ക് ഒരെണ്ണം മറന്നു പോകല്ലേ. ഇവിടെ നോക്കിയേ, ഡിനോമിനേറ്റർ സെയിം ആയിരുന്നു അല്ലേ. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ വലുത് ഏതാണോ അതിൻ്റെ അടുത്തോട്ടാണ് അതിൻ്റെ തുറന്നിരിക്കേണ്ടത്. ഓക്കെ ആണോ? ഇവിടെ നോക്കിയോ നിങ്ങൾ, ഇവിടെ ന്യൂമറേറ്റർ മീൻസ് അംശം. ന്യൂമറേറ്റർ എന്ന് വെച്ചാൽ അംശം. ഇത് അംശവും ഇത് ഛേദവുമാണല്ലോ, അറിയാം. അപ്പം ന്യൂമറേറ്റർ ഇവിടെ സെയിം ആണ്
ന്യൂമറേറ്റർ സെയിമുമാണ്, ഡിനോമിനേറ്റർ ഡിഫറൻറ്റുമാണ്. എന്തോ ചെയ്യും? നമ്മൾ സാധാരണ രീതി ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് രണ്ടും ഒരുപോലെയാണെങ്കിൽ വലുത് ഏതാണെന്ന് വെച്ചാൽ അങ്ങോട്ടാണ് ഇതുവരെ നമ്മൾ ചെയ്ത കണക്ക്. പക്ഷേ ഇത് നോക്കൂ നിങ്ങൾ, എങ്ങനെയാണോ? അല്ല. അപ്പം നമ്മൾ എന്തോ ചെയ്യണം കുഞ്ഞ്? ന്യൂമറേറ്റർ ഒരുപോലെയാണ്. നോക്കണേ, ന്യൂമറേറ്റർ സെയിം ആണ് കേട്ടോ. അപ്പം നോക്കിയേ, ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണെങ്കിൽ ആ ഡിനോമിനേറ്ററിൻ്റെ ചെറുത് ഏതാണെന്ന് നോക്കണം. ഡിനോമിനേറ്ററിൻ്റെ ചെറുത്, ഇത് തിരിഞ്ഞു പോകില്ല കേട്ടോ. ഡിനോമിനേറ്ററിൻ്റെ ചെറുത് ഏതാണെന്ന് വെച്ചാൽ അതാണ് വലുത്. ഇങ്ങനെയുണ്ട്, പുകഞ്ഞു പോയോ മൊത്തം? മനസ്സിലാക്കി പോണേ കേട്ടോ. ഇവിടെ എത്രയേ ഉള്ളൂ നിങ്ങളെ. ഇവിടെ നോക്കിയേ, ഡിനോമിനേറ്റർ എല്ലാം സെയിം അല്ലേ? അപ്പം മുകളിൽ തന്നിരിക്കുന്നത്, അതായത് ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം ഏതാണോ വലുത് അങ്ങോട്ട് വാ തുറന്നിരിക്കുക. ഇവിടെ നോക്കിക്കേ, ന്യൂമറേറ്റർ ഒരുപോലെയാണ് അല്ലേ? ന്യൂമറേറ്റർ ഒരുപോലെയാണ്, ഡിനോമിനേറ്റർ വ്യത്യാസവുമാണ്. അപ്പം ഡിനോമിനേറ്ററിൽ ഏതാണോ ചെറുത് അതാണ് എന്താ വലുത്. എല്ലാം പിടികിട്ടുന്നുണ്ടോ? നമുക്കിതിൻ്റെ എക്സർസൈസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതൊരു മോഡൽ ഞാൻ പറഞ്ഞു തന്നാൽ ഈ രീതി വേണം നമുക്ക് ചെയ്യാൻ കേട്ടോ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പേജ് നമ്പർ 66 കണക്ക് നോക്കാം കുഞ്ഞുങ്ങളെ. നോക്കണേ, ഇതിനകത്തിൽ വലുത് ഏതാണ്, ചെറുത് ഏതാണെന്ന് നോക്കണേ. 2/5, 3/5 നമുക്ക് കാണുമ്പോഴേ അറിയാം എന്താ, നല്ലപോലെ നമ്മൾ പഠിച്ചതല്ലേ? ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം ഒരുപോലെ വന്നാൽ, ന്യൂമറേറ്റർ വലുത് ഏതാണെന്ന് നോക്കുക. അത് കണ്ടോ, അതിൻ്റെ അടുത്തോട്ട് വായ തുറന്നിരിക്കുക. വേണേ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇപ്പം നമ്മളെങ്കിൽ ഇതിനെ നമ്മൾ തുല്യ 5 ഭാഗങ്ങളായിട്ട് 2, 3, 4, അതായത് 1, 2, 3, 4, 5 അല്ലേ? 5ൽ 2 ഭാഗം കണ്ടോ, 5ൽ 2 ഭാഗം. ഇനി ഇതേ സെയിം ഇത് തന്നെ എത്ര, 5ൽ 2 അല്ലേ? 5ൽ 2 ഭാഗം, 5ൽ 3 ഭാഗം. 1, 2, 3, 4, 1, 2, 3, 4, 5. 5ൽ 3 ഭാഗമാണ് കണ്ടോ. 5ൽ 3. നമ്മൾ മുട്ടായിയൊക്കെ മേടിക്കത്തില്ലേ, ഡയറി മിൽക്ക്, ഓരോ മുട്ടായികളൊക്കെ. അതൊക്കെ ഇതിനകത്തിൽ വലുതേതാ? ഇതിവിടെ വരെ വന്നില്ലേ കുഞ്ഞുങ്ങളെ? അപ്പോൾ ഇതിനകത്തിൽ വലുതേതാ? ഇതല്ലേ അല്ലേ? അപ്പോൾ 5ൽ 3. നിങ്ങൾ ആ ക്ലൂ പഠിച്ചാൽ മതി. എന്താ? ഡിനോമിനേറ്റർ നമ്മൾ മുമ്പ് പറഞ്ഞല്ലേ, ഡിനോമിനേറ്റർ ഒരുപോലെയാണെങ്കിൽ കേട്ടോ, ഒരുപോലെയാണെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ വലുത് ഏതാണോ കണ്ടോ, അത് അവിടോട്ട് ഇതിൻ്റെ വാ തുറന്നിരുന്നാൽ മതി കേട്ടോ. അത്രയും മാത്രം, ആ ക്ലൂ മാത്രം പഠിച്ചാൽ മതി. ഇവിടെ നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, 2/5ഉം 2/3. ഇവിടെ ഡിനോമിനേറ്റർ ഒരുപോലെയാണോ കുഞ്ഞുങ്ങളെ? ആണോ? ഡിനോമിനേറ്റർ അല്ലെ ഛേദം ഒരുപോലെയാണോ? അല്ല, പക്ഷേ അംശം ഒരുപോലെയാണ്. അംശം ഒരുപോലെ, അതായത് ന്യൂമറേറ്റർ ഒരുപോലെ വന്നാൽ, അല്ലെ അംശം ഒരുപോലെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണം? പിന്നെ ഡിനോമിനേറ്റർ ഏതാണോ ചെറുത് അതായിരിക്കും വലുത്. മനസ്സിലാക്കി പോണേ. ഇത് എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ? ഇവിടെ ഒരുപോലെയാണെങ്കിൽ ന്യൂമറേറ്റർ വലുതെടുത്തോട്ട് എഴുതുക. ഇവിടെ ഒരുപോലെയാണെങ്കിൽ ഡിനോമിനേറ്റർ ചെറുതാണെന്ന് അങ്ങോട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഡിനോമിനേറ്റർ ചെറുതിന് ഇങ്ങോട്ട് കൊടുക്കുക, ഇവിടെ ന്യൂമറേറ്റർ വലുതിന് അങ്ങോട്ട് കൊടുക്കുക. ഈ ക്ലൂ പഠിക്കുന്നവർക്ക് എളുപ്പം പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കണേ, ഇത് ഡിനോമിനേറ്റർ ഒരുപോലെയാണ്, ഇത് ന്യൂമറേറ്റർ ഒരുപോലെയാണ്. എന്നാൽ ഇത് നോക്കൂ കുഞ്ഞുങ്ങളെ, ഇത് നോക്കിയേ, ന്യൂമറേറ്ററും ഒരുപോലെയല്ല, ഡിനോമിനേറ്ററും ഒരുപോലെയല്ല. എന്തോ ചെയ്യും നോക്കിയേ? 2/5ഉം 2/3ഉം എങ്ങനെ ചെയ്യും കുഞ്ഞുങ്ങളെ? നമ്മൾ 2/5ഉം 2/5ഉം 3/4ഉം എങ്ങനെ ചെയ്യും? ഇതിന് ഡിനോമിനേറ്ററും ഡിഫറൻ്റ് ആണ്, ന്യൂമറേറ്ററും ഡിഫറൻ്റ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതണമെന്നറിയോ? ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ 2/5നെ അതുപോലെ എഴുതുക. 2/5നെ അതുപോലെ എഴുതുക. എന്നിട്ട് അപ്പുറത്ത് കിടക്കുന്ന സംഖ്യയുടെ ഡിനോമിനേറ്റർ കൊണ്ടുവന്ന് അതിനെ ഇൻറ്റു ചെയ്യുക. നല്ലപോലെ മനസ്സിലാക്കണേ. ഫസ്റ്റ് നമ്മൾ ഇതിനെ ഇങ്ങെടുക്കുക 2/5. എന്നിട്ട് ഇപ്പുറത്ത് കിടക്കുന്ന, അതായത് 2 ഉണ്ടല്ലോ, ഇപ്പുറത്ത് കിടക്കുന്ന സംഖ്യയുടെ ഡിനോമിനേറ്റർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. നോക്കി, 2 × 4 8, 5 × 4 5 4 20 കണ്ടോ. പിന്നെ ഇനി അടുത്ത എന്ത് ചെയ്യുക? 3/4 അടുത്ത സംഖ്യ എടുക്കുക. ഇവിടെ 2/5, ഇത് 2/5, അടുത്ത 3/4 ഇൻറ്റു ഇതിൻ്റെ ഡിനോമിനേറ്ററിനെ വെച്ച് ചെയ്യുക. ഇതിനെ ഈ ഡിനോമിനേറ്റർ വെച്ച്, ഇതിനെ ഈ ഡിനോമിനേറ്റർ വെച്ച് ചെയ്യുക, ഇതിനെ ഈ ഡിനോമിനേറ്റർ വെച്ച് ചെയ്യുക.
ഡിനോമിനേറ്റർ ആരാ അവിടുത്തെ 5. ഓക്കെ 5/5. അപ്പോൾ എത്ര 3 × 5 3 5 15 ബൈ 4 × 5 20. ഡിനോമിനേറ്റർ ഒരുപോലെ വന്നില്ലേ, അതായത് 8/20 വന്നു, 15/20 വന്നു. കണ്ടോ, രണ്ടെടുത്ത് 8/20 15/20 വന്നത്. ഇത് നോക്കിയാൽ ഡിനോമിനേറ്റർ ഒരുപോലെയാണ്. അപ്പം മുകളിൽ വലുത് ഏതാണോ വരുന്നത് അതായിരിക്കും വലുത്. ഏതാ 15/20 ഇവിടെ വലുത്. അപ്പോൾ 15/20 ഏതാണ് ഇവിടെ വലുത്? 3/4 ഇവിടുത്തെ വലുത്. കേട്ടോ, 3/4. അപ്പം ഇങ്ങോട്ട് ഇരിക്കുമെന്ന് 3/4 വലുത് ഏതാണെന്ന് ചോദിച്ചാൽ 3/4. കേട്ടോ, മനസ്സിലാക്കി പോണേ കുഞ്ഞുങ്ങളെ. കേട്ടോ, അടുത്ത് നോക്കിക്കേ 3/7. സ്ഥലമില്ലേ, നോക്കാം. 3/7 2/9. ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, ന്യൂമറേറ്റർ ഡിഫറൻറ്റാണ്, ഡിനോമിനേറ്ററും ഡിഫറൻറ്റാണ്. നോക്കിയേ 3/7 2/9. ഡിഫറൻറ്റ് ഡിനോമിനേറ്ററും ഡിഫറൻറ്റ് ന്യൂമറേറ്ററും വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്ന സംഖ്യയെ എടുത്തെഴുതുക 3/7. എന്നിട്ട് തൊട്ട് ആരാണോ അടുത്ത് ഈ സംഖ്യ കൊണ്ട് ചെയ്യാനല്ലേ, അപ്പോൾ അതിൻ്റെ ഡിനോമിനേറ്റർ വെച്ചിട്ട് വേണം ചെയ്യാൻ. എപ്പോഴും അതിൻ്റെ ഡിനോമിനേറ്റർ വെക്കുക. നോക്കിയേ 3 × 9 3 27 7 9 63. അടുത്ത ഏതാ 2/9. അതായത് ഈ 3/7 ആണിത്. അതിനെ നമ്മൾ ഇത് വെച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ രീതി തന്നെ 9 വെച്ച് ചെയ്യുക. ഒരേ ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ വലുത് ഏതാണോ അതാണ് വലുത്. ഒരേ ന്യൂമറേറ്റർ വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ഏതാണോ ചെറുത് അതാണ്. ഈ ക്ലൂ പഠിക്കുന്നവർക്ക് എളുപ്പമാണ്. ഇനി ന്യൂമറേറ്റർ വേറെ ഡിനോമിനേറ്റർ വേറെ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ എഴുതുക, അടുത്തതിൻ്റെ ഡിനോമിനേറ്റർ വെച്ച് ഇൻറ്റു ചെയ്യുക. പിന്നെ അടുത്ത സംഖ്യ 2/9 എഴുതുക, അടുത്ത ഇതിൻ്റെ ഡിനോമിനേറ്റർ വെച്ച്. എല്ലാം ഡിനോമിനേറ്റർ വെച്ചിട്ടാട്ടോ, അത് ഓർത്തോണേ. ഡിനോമിനേറ്റർ ഏതാ 7. രണ്ടിടത്തും ഒരിടത്തായിട്ട് കൊടുക്കരുത്, രണ്ടിടത്തും കൊടുക്കുകയും വേണം. 2 × 7 14. 9 × 7 9 7 63. അപ്പോൾ നോക്കിയേ 27/63 14/63. ഇത് വലുതാരാവും നിങ്ങളെ? 27/63 അല്ലേ? 27 വലുത് 14 വലുത് 27. അപ്പോൾ 27 ആദ്യത്തെ അല്ലേ? അപ്പോൾ ഏതാ നിങ്ങളെ 3 അല്ലേ? 3 7 വലുത്. കേട്ടോ, ഏതാ 3/7 ഇവിടെ വലിയത്. ഇങ്ങനെയല്ല ആൻസർ എഴുതേണ്ടത്. ഇത് ഞാൻ ഇത്രയും വരച്ച് വെച്ചുകൊണ്ട് ഇവിടെ ആരോ മാർക്ക് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ അവിടെ എടുത്ത് കാണിച്ചു കേട്ടോ. ഇതിനകത്ത് ഒരുപാട് ഞാൻ കുത്തി വരച്ച് നിങ്ങളെ കാണിച്ചതുകൊണ്ടാണ്. നിങ്ങൾ അങ്ങനെയൊന്നും വരച്ച് വെക്കലേ, മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ വരച്ച് വെച്ചത് കേട്ടോ. അടുത്ത ചോദ്യം എന്താവും നിങ്ങളെ 2/7 ആണോ വലുത്? പിന്നെ 3/8 ആണോ വലുതെന്ന്? 3/8 ആണോ വലുത്? ഇതിലേതാവും നിങ്ങളെ വലുത്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നോക്കിക്കേ, ന്യൂമറേറ്റർ ഡിഫറൻ്റ് ആണ് അല്ലേ, ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണ്. അപ്പം നമ്മൾ എന്തോ ചെയ്യണം? ഫസ്റ്റ് നമ്പറിനെ എടുത്തെഴുതുക. 2/7 ഫസ്റ്റ് നമ്പറിനെ എടുത്തെഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ഡിനോമിനേറ്റർ വെച്ചിട്ട് ഇൻറ്റു ചെയ്യുക. ഡിനോമിനേറ്റർ ഏതാ? 8 2 8 16 7 8 56. കണ്ടോ? ഇനി അടുത്ത ഇതിനെ 3/8 എടുക്കുക. 3/8 അത് തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ഡിനോമിനേറ്റർ കൊണ്ട് 7, അത് താഴെ മേലും 7 3 7 21 7 8 56. നോക്കി ഇവിടെ വന്നത് 16/56 കിട്ടി, 21/56 കിട്ടി. വലുതാരാ? 21 അല്ലേ? 16 വലുത് 21. അപ്പോൾ അതാണ് രണ്ടാമത്തെ. അപ്പോൾ ഏതാ? ഇങ്ങോട്ട്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ അത് പഠിച്ച് വെച്ചേക്കണേ കേട്ടോ. ഒരെണ്ണോടുണ്ട് നിങ്ങളെ ചോദ്യം. 4/9 3/8 മനസ്സിലാവുന്നുണ്ടോ? പഠിക്കണേ നല്ലപോലെ കേട്ടോ. ഇവിടെ നോക്കിയേ, ഇത് രണ്ടും ഒരേ ഡിഫറൻറ്റ് ഡിനോമിനേറ്ററാണ്, ഡിഫറൻറ്റ് ന്യൂമറേറ്ററുമാണ് അല്ലേ? അപ്പോൾ എന്തോ ചെയ്യും നമ്മൾ? നോക്കിക്കേ, ഫസ്റ്റ് നമ്പർ എടുത്തിട്ട് 4/9 അല്ലേ? ഫസ്റ്റ് 4/9 അതിനെ തൊട്ട് അടുത്ത് കിടക്കുന്ന ഡിനോമിനേറ്റർ ഉണ്ട്. ഡിനോമിനേറ്റർ എത്ര? 8. ഇനി അടുത്ത 3/8 ഇപ്പുറത്തെ ഡിനോമിനേറ്റർ എത്ര? 9. അത് വെച്ച് ചെയ്യുക. ഇപ്പം മനസ്സിലായി കാണുമോ? 2-3 എണ്ണം ഒറ്റയടിക്ക് എന്തായാലും മനസ്സിലാകത്തില്ലായിരിക്കും നിങ്ങളെ. 2-3 എണ്ണം ചെയ്ത് പഠിച്ചെങ്കിലേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിയേ, 4 × 8 4 8 56. 9 8 72. 4 8 അല്ല 4 8 32 അല്ലേ? സോറി നിങ്ങൾ, 4 8 32 8 9 72 അല്ലേ? അടുത്ത 3 9 27 8 9 72. അപ്പോൾ ഇവിടെ എത്ര? 32/72
27/72 ഇവിടെ കിട്ടിയത്. ഇതിൽ വലുതാരാ? 32ആണോ 27ആണോ? 32 അല്ലേ? 32. അപ്പോൾ ഇവിടുത്തെ 32 എന്ന് വെച്ചാൽ ഒന്നാമത്തെ. അപ്പോൾ ഇവിടെ ആരാ? ഫസ്റ്റ് നമ്പർ താണ്ടിതാണ്. നമ്മൾ ഇതിനകത്ത് ഇട്ട് ഇങ്ങനെ വരച്ചതുകൊണ്ടാണ് ഇത് കേട്ടോ. നിങ്ങൾ അങ്ങനെയൊന്നും വരയ്ക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. അതായത് 4/9 ആണ് ഇവിടെ കിട്ടുന്നത്. ഇത്രയും ഓക്കെ ആണല്ലോ. അതായത് വലുത് ഏതാണ് ചെറുത് ഏതാണെന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇത്രയും ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത് നോക്കിയോ നിങ്ങളടുത്ത് ഇങ്ങനൊരു ചോദ്യം തരിക. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? വലുതിൽ നിന്നും ചെറുതിലോട്ട് മാറ്റാൻ നിങ്ങളോട് ചോദിച്ചാൽ കേട്ടോ, വലുതും ചെറുതും ഒക്കെ വേർതിരിച്ച് എഴുതാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? ഇതിനകത്തിലെ വലുത് ഏതാ? ഇതിനകത്തിൽ എളുപ്പമാണ് അല്ലേ? എന്താ, ഡിനോമിനേറ്റർ എല്ലാം സെയിമാണ്. നോക്കിയാൽ എല്ലാ ഡിനോമിനേറ്ററും സെയിമാണ്, ഒരു മാറ്റവും ഇല്ല അല്ലേ? നോക്കി 5 5 5 5 എല്ലാം ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? നോക്കിക്കേ, ഇത് മാത്രമേ ഉള്ളൂ. നോക്കി, അത് കണ്ട് ചെയ്തുകൂടായോ? എങ്ങനെയാ? 1ആണോ വലുത് 2ആണോ വലുത്? 2ആണ് വലുത് അല്ലേ? വലുതിൻ്റെ അടുത്തോട്ട് വേണേ എൻ്റെ വാ തുറന്നിരിക്കാൻ കേട്ടോ. അത് ഞാൻ ക്ലൂ ഒരുപാട് പറഞ്ഞതാ. അടുത്ത 2ആണോ വലുത് 3ആണോ വലുത്? 3ആ വലുത്. 3ആണോ 4ആണോ വലുത്? 4. ഇതിങ്ങനെ വന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ എല്ലാം ഡിനോമിനേറ്റർ ഒരുപോലെ വന്നോണ്ടാണ്. ഇത് നമ്മുടെ ടെസ്റ്റിൽ ഇത് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറഞ്ഞത് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടോ അതിന്? അങ്ങനെ ഈ ഡിനോമിനേറ്റർ ഒരുപോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഓർത്തോണം കേട്ടോ. 1 2 3 ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. മനസ്സിലായോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ തിരിച്ച് നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ 5/6 5/7 5/8 5/9 ഇതിനെ നിങ്ങൾ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? അതും കൂടി ഒന്ന് നോക്കണേ. ഇവിടെ എന്താവും നിങ്ങൾ ഇവിടുത്തെ ന്യൂമറേറ്റർ എല്ലാം സെയിം ആണ്. ഇവിടെ എന്താണ് ഡിനോമിനേറ്റർ? ഇത് ഡിനോമിനേറ്റർ എന്ന് വെച്ചാൽ എന്താ? ഛേദമാണ് നിങ്ങൾ കേട്ടോ. മലയാളം മീഡിയക്കാർക്ക് ഛേദം കേട്ടോ. ഡിനോമിനേറ്റർ ഇതെന്താ? ന്യൂമറേറ്റർ അല്ലേ? അംശമാണ്. അംശം എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ. സ്പെല്ലിങ് പഠിക്കണേ ന്യൂമറേറ്ററിൻ്റെ ഡിനോമിനേറ്റർ. ഓക്കെ, ഇവിടെ നോക്കിയേ, അംശമെല്ലാം അല്ലെങ്കിൽ ന്യൂമറേറ്റർ എല്ലാം സെയിം ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചെറുത് ഏതാണോ അതാണ്. അതായത് ഡിനോമിനേറ്റർ ചെറുത് ആണ് എന്താ അവിടുത്തെ വലുത്. അല്ലോ, മനസ്സിലാവുന്നുണ്ടോ? അതായത് നോക്കിയേ, 5/6 5/7 ന്യൂമറേറ്റർ സെയിം ആണ് അല്ലേ? ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണെങ്കിൽ ചെറുത് ഏതാണോ അതാണ് വലുത്. ചെറുത് 6 അല്ലേ കുഞ്ഞുങ്ങളെ? 6 അല്ലേ? അപ്പോൾ ഏതാ? ഇങ്ങോട്ടാണ്. ഇവിടെ നോക്കിയേ, ന്യൂമറേറ്റർ സെയിമും ഡിനോമിനേറ്റർ 7ഉം 8ഉമാണ്. അപ്പോൾ ചെറുതല്ലേ? ചെറുതിൻ്റെ അടുത്തോട്ട് വേണം എന്ത് ചെയ്യാൻ? അതിൻ്റെ വാ തുറന്നിരിക്കും. ഇവിടെ അങ്ങോട്ട് പോകും തോറും എന്തായിരിക്കും? ഇങ്ങനെ ആയിരിക്കും. ഇത് നല്ലതുപോലെ ഒന്ന് പഠിച്ച് വെച്ചേക്കണം കേട്ടോ. ചിലപ്പോൾ അസെൻഡിങ് ഓർഡറോ ഡിസെൻഡിങ് ഓർഡർ റീഅറേഞ്ച് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ തരും. കുറേ ഇതിലെ സംഖ്യകൾ തന്നിട്ട് നിങ്ങൾ അതിന് ഓർഡറിൽ എഴുതാൻ ചോദിച്ചാൽ എഴുതാൻ അറിയണം. വലുത് ഏതാ ചെറുത് ഏതാന്ന് എഴുതാൻ അറിയണം കേട്ടോ. നിങ്ങൾ തന്നിരിക്കുന്ന സംഖ്യ ന്യൂമറേറ്റർ ഒരേപോലെയാണോ ഡിനോമിനേറ്റർ ഒരുപോലെയാണോ എന്ന് നോക്കുക കേട്ടോ. നോക്കിയിട്ട് എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് മനസ്സിലാക്കി എഴുതണം. ഇപ്പം ഞാനത് ആദ്യമേ തൊട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയും പേജ് നമ്പർ 66 അടുത്ത ചോദ്യം നോക്കാം. ചെറുതിൽ നിന്ന് എന്നാണോ നിങ്ങളെ ചുവടെയുള്ള ഓരോ 3 ഭിന്നസംഖ്യകളെയും ചെറുതിൽ നിന്നും വലുതിലേക്ക് ക്രമീകരിച്ച് ചിഹ്നം കൊടുക്കുക എന്ന്. ചെറുതിൽ നിന്നും വലുതിലേക്ക് ഒന്നാമത്തെ നോക്കിയേ. അതായത് 3 തന്നു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ചെയ്തതെല്ലാം ഇവിടെ 2 ഉള്ളായിരുന്നു. അതിനകത്തിൽ നമ്മൾ ഡിനോമിനേറ്റർ ഒരുപോലെ ആണെങ്കിൽ ന്യൂമറേറ്ററിൽ വലുത് ഏതാണോ അതാണ് വലുതായിട്ട് നമ്മൾ കൊടുത്തത്. ന്യൂമറേറ്റർ ഒരുപോലെ ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ ചെറുത് ഏതാണോ അതിൻ്റെ അടുത്തോട്ടായിരുന്നു വാ തുറന്ന് വെച്ചിരുന്നത് കേട്ടോ. ആ ഒരു ക്ലൂ ഓർത്തോ. ലെസ് ദാനും ഗ്രേറ്റർ ദാനും അറിയണേ. ലെസ് ദാനും ഗ്രേറ്റർ ദാൻ്റെ ഒക്കെ ഇത് അറിയണേ നിങ്ങൾ കേട്ടോ. അതായത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സ്പെല്ലിങ്ങോ ഇതെന്തുവാന്നോ ഒന്നും പരീക്ഷയ്ക്ക് വയ്ക്കത്തില്ല. നിങ്ങൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ചെറുതും ഇവിടെ വലുതുമായിരിക്കണം കേട്ടോ. വലുതിൻ്റെ അടുത്തോട്ടായിരിക്കണം വാ ഇതാണ്ട് ഇങ്ങനെ ഇരിക്കേണ്ടത് കേട്ടോ. വാ തുറന്ന് വെച്ചിരിക്കേണ്ടത്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇവിടെ നോക്കിയോ നിങ്ങൾ 3 സംഖ്യ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുമെന്നാ നോക്കിയേ. 2/5 3/4 3/5. ഇവിടെ നോക്കിയേ, 2/5 3/4 3/5. ഇവിടെ നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം? ഈ 5നെയും കൂടെ ഒരിടത്തെടുത്ത് ചെയ്യാം. അതല്ലെങ്കിൽ ഈ 3യെയും കാരണം ഇത് രണ്ടും ഡിനോമിനേറ്റർ ഒന്നാണ് അല്ലേ? ഇത് നോക്കി, ഇത് രണ്ടും ന്യൂമറേറ്റർ ഒരുപോലെയാണ്. അപ്പം 3 എന്തായാലും നമ്മൾ ആദ്യത്തെ 2 കണ്ടുപിടിച്ചെങ്കിലേ മൂന്നാമത്തത് കാണാൻ പറ്റത്തുള്ളൂ. ചാടിക്കേറി നമുക്ക് എഴുതി വെക്കരുത്. 3 സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 2 എടുത്തിട്ട് അതിലേതാ ചെറുത് ഏതാ വലുതെന്ന് കണ്ടുപിടിക്കണം. നോക്കൂ നിങ്ങൾ, ഇവിടെ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ ഒരുപോലെയുള്ളതിനെ ആദ്യം എടുക്കാം. നോക്കിയേ, 2/5 3/5 കണ്ടോ?
ഇത് നമ്മൾ പഠിച്ചതാ. ഒരേ ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ വലുത് ഏതാണോ അതായിരിക്കും അവിടുത്തെ വലുത്. ന്യൂമറേറ്ററിൽ വലുത് ഏതാണോ അതാണ് വലുത്. അപ്പം ഈ രണ്ടെണ്ണത്തിലും വലുത് 3/5 ആണ്. സംശയം ഉണ്ടോ നിങ്ങളെ? ഇല്ലല്ലോ, അത്രയും സംശയമില്ലല്ലോ. ഇനി നമുക്ക് ഒരാളൂടെ ഉണ്ടായിരുന്നറിയോ, 3/4 ഉണ്ട്. 3/4 ഇവിടെ നോക്കിക്കേ, 3/5 ആണ് വലുതെന്ന് നമ്മളോട് പറഞ്ഞു. അപ്പം നമ്മൾ ആ 3/5നെ ഇങ്ങെടുത്തേ. 3/5 അവിടെ വലുതാണെന്ന് നമ്മളോട് പറഞ്ഞു അല്ലേ. ഇനി നോക്കിക്കേ, ഏതാ ഒരെണ്ണോടുണ്ട് അല്ലേ, 3/4 ഉണ്ട്. 3/4 ഉണ്ട്, കണ്ടോ? 3/4 ഉണ്ട്. നോക്കിയേ, ഇത് നോക്കിയേ, ന്യൂമറേറ്റർ സെയിം ആണ്, പക്ഷേ ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണ്. ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണെങ്കിൽ ചെറുത് ഏതാണോ അതിൻ്റെ അടുത്തോട്ടായിരിക്കാം വാ തുറന്നിരിക്കേണ്ടത്. കണ്ടോ? ചെറുത് ഏതാണോ അതിൻ്റെ അടുത്തോട്ട് വേണം വാ തുറന്നിരിക്കാൻ. മനസ്സിലായോ? അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ ഓർഡറിൽ എഴുതും? ഏറ്റവും ചെറുത് ഏതാവും നിങ്ങളെ? ഇതല്ലേ, ഇതിൽ ചെറുതാണ് ഇത് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? എങ്ങനെ എഴുതും? 2/5 ആണ് ഏറ്റവും ചെറുത്. കണ്ടോ? 2/5. അതിലും വലുതാണ് ആരാണ്? 3/5. അപ്പോൾ നോക്കണേ, അതിൻ്റെ ആരോ മാർക്ക് എങ്ങോട്ടായിരിക്കുന്നത്? 3/5. ഇനി അതിലും വലുതാണ് ആരാണ്? 3/4. 3/4. കണ്ടോ? ഇങ്ങനെ എഴുതാൻ അറിയണം. അത് ചിലപ്പോൾ 3 എണ്ണമായിരിക്കും ചോദിക്കുന്നത്, 2 എണ്ണമായിരിക്കും കേട്ടോ. നമുക്കറിയില്ലോ നിങ്ങളെ ക്വസ്റ്റ്യൻ ഏത് രീതിയിലാണ് വരുന്നതെന്ന്. ക്വസ്റ്റ്യനൊക്കെ ഇപ്പോൾ എന്നേ തയ്യാറായി കാണും അല്ലേ. അതപ്പോൾ ഏത് രീതിയിലാണെന്ന് നമുക്കറിയില്ല. അപ്പം നോക്കി, അടുത്ത ഒന്നാമത്തെ ഓക്കെ ആണോ? ആദ്യമേ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്നുകിൽ ഡിനോമിനേറ്റർ ഒരുപോലെ ഉള്ളതിനെ ആദ്യമേ എടുക്കുക. അപ്പം നിങ്ങൾക്ക് എന്താ വലുതേതാ ചെറുതേതാ നമ്മളിപ്പോൾ കുറേ കണക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊരു ക്ലൂ ഓർത്ത് വെച്ചാൽ മതി. എന്താണെന്നറിയോ, അടുത്ത സംഖ്യയുടെ ന്യൂമറേറ്ററോ ഡിനോമിനേറ്ററോ ഇതിനകത്തിൽ വന്നിട്ടുണ്ടോ നോക്കിയേ. 3/4 അല്ലേ, ഇവിടെ 3 ഉണ്ടല്ലേ. അതുകൊണ്ടാണ് ഈ 3നെ ഇങ്ങനെ എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. അത് നമുക്ക് 1-2 ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അടുത്ത നോക്കിക്കേ, അടുത്തത് 3/7, 2/9. 2/7 ആണ് അടുത്ത. 3/7, 2/9, 2/7. ഇവിടെ നോക്കിക്കേ, ഒരേപോലെ വന്ന 2 എണ്ണം ആരൊക്കെയാണ് നിങ്ങൾ? ഇവിടെ ഡിനോമിനേറ്റർ ഒരുപോലെ വന്ന ആരാ? ഇത് 2 അല്ലേ. അപ്പം നമുക്ക് അതിനെ എഴുതാൻ ഏതാ? 3/7, 2/7. ഇവിടെ വലുതാരാ? 2/7ഉം 3/7ഉം അല്ലേ. ഫസ്റ്റ് 3/7 അല്ലേ. ഓക്കെ, ഇതിൽ വലുതാരാവും നിങ്ങളെ? ഇതല്ലേ, 3/7 ആണ് വലുത്. അതിൻ്റെ സംശയം മാറിയല്ലോ. 2 എണ്ണം ഓക്കെ ആണല്ലോ. 3/7ഉം 2/7, കാരണം ഇത് 9 ആണ്, അതുകൊണ്ട് ഒരുപോലെയുള്ളതിനെ എടുത്തു. അപ്പോൾ ഇതിനകത്തിൽ വലുത് ഏതാ? 3 ആണോ 2 ആണോ വലുത്? 3 ആണ് വലുത്. അപ്പോൾ അത് കിട്ടി. ഇനി ഒരാളൂടെ ഉണ്ടല്ലേ, ഏതാ? 2/9. ഇവിടെ നോക്കിയേ, 2/9. ഇവിടെ ന്യൂമറേറ്ററോ ഡിനോമിനേറ്ററോ അതുപോലെയുള്ള ഏതെങ്കിലും ഉണ്ട്. ഇവിടെ ഒരു 2 ഉണ്ടല്ലേ. അപ്പോൾ നമ്മളത് 2/7 ഇങ്ങനെ എടുത്തുകൊണ്ട് വരണം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? 3/7ഉം 2/7ഉം എടുത്തപ്പോൾ വലുത് 3/7 ആണെന്ന് അറിഞ്ഞു. അപ്പോൾ ചെറുത് 2/7 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഈ 3/7 ഈ ചെയ്യാൻ എന്ന് വെച്ചാൽ നമുക്ക് ഇനിയും കിട്ടാനുള്ള 2/9 അല്ലേ. അപ്പോൾ നമുക്ക് 2 ന്യൂമറേറ്റർ 2 വന്നുകൊണ്ട് ആ 2 വെച്ച് കുറച്ചുകൂടി എളുപ്പം ചെയ്യാൻ പറ്റും കേട്ടോ. 2/7 ആണോ വലുത്? 2/9 ആണോ വലുത്? ന്യൂമറേറ്റർ ഒരുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ, ഡിനോമിനേറ്റർ ഏതാണോ ചെറുത് അതായിരിക്കും വലുത്. മനസ്സിലാവുന്നവർക്ക് ഇത് എളുപ്പമല്ലേ. നോക്കി, ഞാൻ ന്യൂമറേറ്റർ ഒരുപോലെ വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ഏതാണോ ചെറുത് അതായിരിക്കും, അതിൻ്റെ അടുത്തോട്ടായിരിക്കും വലുതിൻ്റെ ഇങ്ങനെ ഈ വാ തുറന്നിരിക്കാൻ കേട്ടോ. ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഒക്കെ അറിയണേ. അപ്പോൾ ഇവിടെ എന്തൊക്കെ ചെറുതായി എന്തൊക്കെ വലുതാണെന്ന് നമുക്ക് കിട്ടിയില്ലേ. ഏറ്റവും ചെറുത് ഏതാവും നിങ്ങൾ? ഏതാണ്ട് ഇതായി 2/7 ആണ് ഏറ്റവും ചെറുത്. അതിൽ ചെറുതുണ്ടോ? അതിലും ചെറുതായി 2/9. നോക്കിയേ, 2/7 ചെറുതാണ്. ചെറുതും വലുതും അറിയണേ. ഏതാണ്ട് ഇത് വലുതാണ്, 2/7 വലുതാണ്. വലുതെന്ന് വെച്ചാൽ വാ തുറന്നു. അപ്പോൾ അതിലും ചെറുതാരാ? 2/9 ആണ്. 2/9 ആണ് ഏറ്റവും ചെറുത് അല്ലേ. അതിൽ വലുതാരാ? 2/7 ആണ് അല്ലേ. വലുത് ആരാന്ന് വെച്ചാൽ അങ്ങോട്ട് വേണം ഇരിക്കാൻ കേട്ടോ. 2/7 ആണ്. ഇനി അതിലും വലുത് അപ്പോൾ ആരായിരിക്കും? 3/7 ആണ്. മനസ്സിലാക്കണേ കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഡിനോമിനേറ്റർ ഒരുപോലെ ഉള്ളതിനെ ആദ്യം എടുത്തെഴുതുക. അപ്പം നമുക്ക് ഏതാ വലുതേതാ ചെറുതേതാ നമുക്കറിയാൻ പറ്റും അല്ലേ. കാരണം 2 ആണോ 3 ആണോ വലുതെന്ന് നമുക്കറിയാൻ പറ്റും. 3 വലുത്. അപ്പം നമ്മൾ അത് എഴുതി. ഇനിയും അടുത്തത് നമുക്ക് 2/9 ആണ്. 2/9 ആണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ എളുപ്പത്തില്ല. ഈ 2/7 നമ്മളിങ്ങനെ എടുത്തു കേട്ടോ. 2/9 എടുത്തു. ഇവിടെ കാണുമ്പോഴേ ഒക്കെ ന്യൂമറേറ്റർ ഒരുപോലെയാണ്, ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണ്. ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആയാൽ നമുക്കറിയാം എന്താ, ചെറുതിൻ്റെ അടുത്തോട്ട് വേണം അതിൻ്റെ വാ തുറന്നിരിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ചെറുതും വലുതെന്ന് കിട്ടി. ഓക്കെ, 2/7 ചെറുതാണ് 2/9 അല്ലേ.
3/7 ചെറുതാണ് 2/7 എന്ന് പറഞ്ഞാൽ ചെറുതെന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ ഈ ബാക്ക് വശം ഉണ്ടോ, ചെറുത് ഇത് വലുത് അല്ലേ, വലുത് ഇത് ചെറു. എന്നെ നിങ്ങൾ കണ്ടിത് ഏതാണോ വലിയ ഭാഗം അതാണ് ഇവിടെ കൊടുക്കേണ്ടത്, ഏതാണോ ചെറുത് അതാണ് ഇതിൻ്റെ തന്നെ ഈ അടിഭാഗത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അത് ആ സംഭവം. അപ്പോൾ നോക്കിയേ 2/7 വലുതാണ് 2/9 വലുതാണ് 2/7, അതിനേക്കാൾ വലുതാണ് 3/7. ഓക്കെ ആണോ? അതിൻ്റെ ഒരെണ്ണോടുണ്ട് 1/2 1/3 2/3 1/2 1/3 2/3. നോക്കിയേ നിങ്ങൾ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ളത് ആരാ ഇവിടെ, ഡിനോമിനേറ്റർ ഇത് രണ്ടും അല്ലേ. അപ്പം 1/3 2/3 ആദ്യമേ എടുത്തു, ഡിനോമിനേറ്റർ സെയിം അവർ രണ്ടുമാണ്. അപ്പോൾ ഇവിടെ വലുതാരാ, 1 ആണോ 2 ആണോ വലുത്, 2 ആ വലുത്. അപ്പോൾ 2 നമുക്ക് കിട്ടി. ഇനി അടുത്ത ആരാണ് 1/3 അല്ല, അടുത്ത ഏതാ 1/2 ആണ് ഇനി അല്ലേ. ഇവിടെയൊക്കെ 1/2 1ഉം 2 വല്ലതും ഉണ്ടോ, അപ്പോൾ നമ്മൾ എന്ത് എഴുതണം, ഇവിടെ നമുക്ക് 1 ഉണ്ടല്ലേ. അപ്പോൾ ഈ 1 ഉണ്ടോ, അപ്പോൾ ഇവിടെയും 1 ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 1/3 എടുക്കുക, 1/3, കാരണം ഈ 1 വെച്ച് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായി. ഇവിടെയും 1/2 ഇല്ലേ, അപ്പം 1/2 കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ നോക്കിയേ ഡിഫറൻറ്റ്, ന്യൂമറേറ്റർ ഒരുപോലെയാണ്, ഡിനോമിനേറ്റർ ഡിഫറൻറ്റുമാണെങ്കിൽ ചെറിയ ഡിനോമിനേറ്റർ ആരാണോ അതിൻ്റെ അടുത്തോട്ടാണ് അതിൻ്റെ വാ തുറന്നിരിക്കേണ്ടത്. ലെസ് ദാനും ഗ്രേറ്റർ ദാനും ആണ് ഞാൻ ഈ വാ തുറന്നു എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണെന്ന് നോക്കിയേ, 1/3 1/2ലും വലുത് 1/2 ആണ്. അപ്പോൾ 1/3 വലുത് 2/3 ആണ്, 1/3 വലുത് 1/2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം നോക്കൂ നിങ്ങൾ, ഏറ്റവും വലുത് ഏറ്റവും ചെറുതും ഏറ്റവും വലുതും തൊട്ടെഴുതാം. നോക്കിയേ, അപ്പോൾ നോക്കിയാൽ നിങ്ങൾ 1/3 വലുതാണ് 1/3 വലുതാണ് 1/2 അല്ലേ, 1/2. അപ്പോൾ 1/3 വലുതാണ് 2/3, അപ്പോൾ അതിലും വലുതാണ് ആരാ 2/3. ഇത് നല്ലപോലെ മനസ്സിലാക്കി വേണം എഴുതാൻ കേട്ടോ. ഓരോന്നും ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇവിടെ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്, ഏതാണ് വലുത് ഏതാണ് ചെറുത് അത് കണ്ട് വേണം ചെയ്യാൻ. ചാടി കയറി എഴുതി വെക്കരുത് കേട്ടോ. അത് ആ ചെറുത് അതിൻ്റെ ചെറുതായി ഇത് ചെറുതാണെന്ന് എഴുതി വെക്കരുത്, ആലോചിച്ച് എഴുതി വെക്കണം കേട്ടോ. അടുത്ത ഓരോ മോഡൽ കണക്കാവുന്നില്ല. അടുത്ത നിങ്ങൾ ഇതിനകത്തിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറയും, ഇപ്പോൾ 1 ലിറ്റർ അല്ലെങ്കിൽ 1 കിലോ അല്ലെങ്കിൽ 1 കിലോ 1 ലിറ്റർ 1 മീറ്റർ എന്തോ ആയിക്കോട്ടെ, അതിൽ നിന്നും നമ്മളോടൊരു 1/4 അങ്ങ് കുറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഇത് വേർഡ് പ്രോബ്ലമായിട്ടൊക്കെ ചോദിക്കാം. 1 കിലോ ആപ്പിളിൽ നിന്നും 1/4 കിലോ കുറച്ച് കഴിഞ്ഞാൽ എത്ര, 1 കിലോ അരിയിൽ നിന്നും 1/4 കിലോ, 1/4 എന്നാണ് 1/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 അല്ലെങ്കിൽ ക്വാർട്ടർ എന്നാണ്. ക്വാർട്ടർ എന്ന് കേൾക്കുമ്പോഴേ 1/4 ആണെന്ന് അറിയണേ കേട്ടോ, 1/4. അപ്പം 1 കിലോ അല്ലെങ്കിൽ 1 ലിറ്ററോ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ചോദ്യത്തിൽ എന്ത് വേണമെങ്കിലും തരാം. അപ്പോൾ ആ 1ൽ നിന്നും 1/4 കുറച്ചാൽ എത്രയാണ്? ഇതിനൊരു എളുപ്പ വഴി ഞാൻ പറയാം കുഞ്ഞുങ്ങളെ. ഇവിടെ 1, ഇത് ഒരു നാച്ചുറൽ നമ്പറാണ്, ഇതിന് അടിയിൽ ഒന്നുമില്ല അല്ലേ. പക്ഷേ ഇവിടെ നോക്കിയാൽ 1/4 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനും കൂടി ഒറ്റയ്ക്ക് ഒരു കമ്പനിക്ക് ആൾ കൊടുക്കാം 1/1 കേട്ടോ. 1/1 എന്ന് കൊടുക്കാം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി കേട്ടോ. -1/4. ഇത് നല്ലപോലെ മനസ്സിലാക്കി എഴുതണേ. ഇപ്പം 2 കിലോ ആണെന്ന് വിചാരിച്ചു, ഇത് 2, അതിൻ്റെ 2ൻ്റെ അടിയിൽ 1 ഇട്ടിട്ട് -1/4 എന്ന് എഴുതി വേണേ നമുക്ക് ചെയ്യാം. 2 ആണെങ്കിൽ കേട്ടോ, ചെയ്യാനില്ല. കാരണം എന്താ, അപ്പോൾ ഇതും ഫ്രാക്ഷനായി ഇതും ഫ്രാക്ഷനായി, ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കിക്കേ, ഇവിടെ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത് പോലെ ഇവിടെ 1 ഇവിടെ 4 അല്ലേ. ഡിഫറൻറ്റ് ഡിനോമിനേറ്ററാ അല്ലേ, ഛേദങ്ങൾ ഡിഫറൻ്റ് ആണെങ്കിൽ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ 1നെ അങ്ങ് 4 ആക്കണം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. പല രീതിയിൽ ഞാനിത് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഈ ചെറിയ സംഖ്യയെ ഈ വലിയ സംഖ്യ ആക്കണം കേട്ടോ. അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പ് ഇങ്ങനെ എഴുതണം കേട്ടോ, കുറച്ച്. അപ്പം നിങ്ങൾക്ക് തെറ്റത്തില്ല. മൂന്നാമത്തെ നോക്കിക്കേ, അത് ഇതുപോലെ തന്നെ അങ്ങ് പഠിച്ചാൽ മതി, അപ്പം തെറ്റത്തില്ലേ. നോക്കിയേ, ഈ ചെറിയ സംഖ്യയായ 1നെ നമ്മൾ 4 ആക്കാൻ പോവുക. എത്ര, 1 × 4 ആണ് 4. അപ്പോൾ ആ എന്താണോ താഴെ നമ്മൾ കൊടുത്തത് അത് തന്നെ മുകളിൽ കൊടുക്കുക. നമ്മൾ 1 × 4 കൊടുത്തുകൊണ്ട് നമ്മൾ ആ × 4 തന്നെ മേളിൽ ഏത് സംഖ്യയാണ്, ഇപ്പോൾ 5 ആയിക്കോട്ടെ 4 ആയിക്കോട്ടെ 7 ആയിക്കോട്ടെ, ഇപ്പോൾ ഏതോ ആയിക്കോട്ടെ, അതിൻ്റെ കൂടെ നമ്മൾ താഴെ ഏത് സംഖ്യയാണോ ഇട്ട് കൊടുത്തത് അത് തന്നെ വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നോക്കിയാൽ 1 × 4 4 ബൈ 1 × 4 4 മൈനസ് 1/4 എത്ര കിട്ടി, 4ൽ നിന്ന് 1 പോയാൽ 3 3/4, അതായത് 3/4
3/4 എന്ന് പറയും. ഇതേലെ വേഡ് പ്രോബ്ലം ചോദിക്കും. ഇതിപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നും, പക്ഷേ വേഡ് പ്രോബ്ലം ആയിരിക്കും. ഇപ്പോൾ നടാശ 10 കിലോ പിന്നെ ആപ്പിൾ വാങ്ങിച്ചു, അതിൽ നിന്നും 4 കിലോ വിറ്റു എന്നൊക്കെ ചോദിക്കും. അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു പേരിട്ടിട്ട് ഇന്ന ആൾ ഇന്നത് മേടിച്ചു, അതിൽ നിന്നും അത്രയും കുറച്ചു, ഇത്രയും കുറച്ചു, അത്രയും കേട്ടോ, അങ്ങനെയൊക്കെ കുറച്ചു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കിപ്പം 5 തരുന്നതെങ്കിൽ നിങ്ങൾ ഓർത്തോണം 5/1 ഇട്ട് ഇതുപോലെ ഇട്ട് ചെയ്തോണം കേട്ടോ. ഇതൊക്കെ ആണല്ലോ. ഇതിൻ്റെ അടിയിൽ 1. ഇപ്പോൾ 10 കിലോ ആണെങ്കിൽ 10/1, അതിൽ നിന്നും 1/2 കിലോ കുറയ്ക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ 1/2 ആണ് കുറയ്ക്കാൻ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, ഈ 1നെ നമ്മൾ എന്തോ ആക്കണം കുഞ്ഞുങ്ങളെ, 2 ആക്കണം. 1 × 2, ആ 2 തന്നെ മേളിലും കൊടുക്കണം. 10 × 20/2 -1/2 19/2 എന്നൊക്കെ വരും കേട്ടോ. അത് നല്ലതുപോലെ അറിയണം കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുക, ഇപ്പം ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞില്ല, 2 1/4, അതായത് 2/4 നിന്നും 1/2 കുറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, കാൽ എന്ന് വെച്ചാൽ 1/4, ക്വാർട്ടർ, 2/4 - 1/2 1/2 അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഒന്ന് കുറയ്ക്കാൻ ഇതുപോലെ എന്തായാലും ചോദിക്കത്തില്ല. വേഡ് പ്രോബ്ലത്തിലെ ചോദ്യമാണ്. ഞാനതങ്ങ് ചുരുക്കി, സമയപരിധി കൊണ്ട് ചുരുക്കി പറയുകയാണ്. വേഡ് പ്രോബ്ലം, ഇന്ന ആൾ 2.25 കിലോ വെളിച്ചെണ്ണ വാങ്ങിച്ചു, അതിൽ 1.5 ലിറ്റർ കളഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിച്ച് വേറൊരാൾക്ക് കൊടുത്തെന്നോ ഒക്കെ ആയിരിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ കുറയ്ക്കാനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്നാവും നിങ്ങളെ കേട്ടോ. എപ്പം മിക്സർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്ര ഭിന്നത്തിൽ വന്നാലും ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ടിക്ക്, അതായത് ഈ ടിക്ക് രീതി എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം. അതായത് താഴെ കിടക്കുന്ന സംഖ്യ 2 × 4, താഴെ കിടക്കുന്ന സംഖ്യയെ ഇൻറ്റു ചെയ്തിട്ട് മുകളിൽ കിടക്കുന്ന സംഖ്യയെ കൂട്ടിയാൽ മതി. നിങ്ങളെ ഇത് മിക്സർ ഫ്രാക്ഷനാണ്. ഇതിന് ഡൗട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇങ്ങനെ ചെയ്താൽ തെറ്റത്തില്ല കേട്ടോ. ഇതിനെ വേണേൽ 2ൽ നിന്നും 1 കുറച്ച്, 1/4 നിന്നും 1/2 കുറച്ചൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ തെറ്റിയാലോ, ഈ 1/4 1/2 വന്ന് തെറ്റിയാലോ? അതുകൊണ്ട് തെറ്റാതിരിക്കാനാണ് ഈ ഒരു മെത്തേഡ്. 2 × 4 + 1, 2 × 4 + 1. ഇത് വന്നെങ്ങനെ, വരയ്ക്ക് താഴെ കിടക്കുന്ന സംഖ്യയെ ഇൻറ്റു ചെയ്യണം, വരയ്ക്ക് മുകളിൽ കിടക്കുന്ന സംഖ്യയെ കൂട്ടണം, എന്നിട്ട് ബൈ ഈ വരയ്ക്ക് താഴെ എന്താണോ കിടക്കുന്നത് അത് അതുപോലെ എഴുതി വെക്കുക. 4 ആയതുകൊണ്ട് 4. മനസ്സിലായോ? അത് മൈനസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. അടുത്തോ നോക്കൂ നിങ്ങളെ, 1, പിന്നെ താഴെ കിടക്കുന്ന സംഖ്യ ഇൻറ്റു 2 ആണ്, മുകളിൽ കിടക്കുന്ന സംഖ്യ 1 ആണ്. ആദ്യമൊക്കെ കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ ഈ രീതി നല്ലതുപോലെ പഠിച്ചു വെക്കാമെങ്കിൽ ഇതേലെ കണക്ക് വന്നാൽ തെറ്റത്തില്ല. അല്ലാതൊക്കെ നമ്മളിപ്പോൾ 2ൽ നിന്നും 1 കുറച്ചിട്ട് 1/4 നിന്നും 1/2 കുറച്ചിട്ടൊക്കെ വരുമ്പോൾ തെറ്റുന്നുണ്ട് ഒരുപാട് പേർക്ക്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. ഈ ഒരു മെത്തേഡ് അങ്ങ് പഠിച്ചാൽ മതി. താഴെ കിടക്കുന്ന സംഖ്യ ഇൻറ്റു ചെയ്തിട്ട് മുകളിൽ കിടക്കുന്ന സംഖ്യ കൂട്ടിയാൽ മതി. 1 താഴെ 2 ആണ്, അപ്പോൾ 1 × 2 + 1 ബൈ ഇതിൻ്റെ താഴെ എന്താണോ കിടക്കുന്നത് അത് എഴുതുക, 2 കണ്ടോ. അപ്പം 2 × 4 8, 8 1 9/4. എളുപ്പമല്ലേ? 2 × 4 8 അല്ലേ? 8 + 1 9/4 മൈനസ് 1 × 2 2, 2ഉം 1ഉം 3, 3/2. ഇവിടെ ഓക്കെ, ഡിഫറൻറ്റ് ഡിനോമിനേറ്ററാണ്. ചെറുതിനെ നമുക്ക് വലുതാക്കാൻ വേണ്ടി നമ്മൾ 2നെ 4 ആക്കണമെങ്കിൽ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അത് തന്നെ ഇവിടെയും കൊടുക്കുക. അപ്പോൾ എത്ര, 9/4 മൈനസ് 2 × 3 6/4 = 3/4. 3/4 ഇവിടുത്തെ ആൻസർ. ഇത് നല്ലതുപോലെ പഠിക്കണം കുഞ്ഞുങ്ങളെ. എന്തായാലും വേഡ് പ്രോബ്ലം കാണും. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള വേഡ് പ്രോബ്ലം ആയിരിക്കും ചോദിക്കുന്നത്. കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ ആയിരിക്കും. കൂട്ടാനാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇത് കൂട്ടി, ഇവിടെയും കൂട്ടി, ഇവിടെയും കൂട്ടി, ഇത് മൊത്തം കൂട്ടി അങ്ങ് വെച്ചാൽ മതി. മോഡലെല്ലാം ഇതുപോലെ തന്നെയാണ്. കൂട്ടാനാണെങ്കിൽ ഇവിടെ ഇവിടെ ഇങ്ങനെ ഇത് കൂട്ടിയിട്ട് 9ഉം 6ഉം എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതിയാൽ മതി. മനസ്സിലായോ? ഇവിടെ കുറയ്ക്കാനാണ്. അപ്പോൾ നമ്മൾ കുറയ്ക്കുക, കണ്ടോ, കുറയ്ക്കാൻ ചോദിച്ചത് കൊണ്ട് കുറച്ച് വെച്ചിട്ട് കുറയ്ക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മോഡൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഇതിൻ്റെ ഒരെണ്ണോടെ ചെയ്യണോ നിങ്ങളെ ഡൗട്ടുണ്ടോ? വേണേ ഒരെണ്ണം കൂടെ ഞാൻ കാണിക്കാം. നോക്കണേ, ആ സംശയം അങ്ങ് മാറട്ടെ. 2 1/2 മൈനസ് 1 1/4. ഇനി ആ മെത്തേഡാണ് തെറ്റാതിരിക്കുന്നത്. ഇനി ഈ അല്ലാതെ ഞാൻ വേറൊരു മെത്തേഡ്, കാരണം നിങ്ങളെയൊക്കെ സ്കൂളിൽ ഇനി ഏത് മെത്തേഡിലാണ് പഠിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് വേണേൽ ഒരെണ്ണോടെ പറയാം നിങ്ങളെ. എന്താണെന്നറിയോ, ഇതും ഇതിനെയും കൂടി ഇങ്ങനെ എടുക്കുക.
ഇങ്ങനെ ചെയ്യുന്ന പലരുടെയും തെറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് കഴിവതും ഉപയോഗിക്കാത്തത്. എന്നാലും ഞാനത് പറഞ്ഞുതരാം. ഈ 2ഉം ഈ 1ഉം എടുക്കുക. കാരണം മറ്റേ രണ്ടും ഫ്രാക്ഷനല്ലേ. ഇത് നോക്കി, ഇതും ഫ്രാക്ഷനാണ്, ഇതും ഫ്രാക്ഷനാണ്. അപ്പോൾ അല്ലാത്ത ഈ 2വിനെയും 1നെയും എടുക്കുക. 2 - 1. മനസ്സിലായോ? ഈ രണ്ടിനെയും ഒന്ന് കുറയ്ക്കുക. പ്ലസ് ബാക്കി ഈ കിടക്കുന്ന ഫ്രാക്ഷനെ 2നെയും ഇങ്ങെടുക്കുക. ഫ്രാക്ഷനെ 2നെയും ഇങ്ങെടുക്കുക. ഇതാണ് ഫ്രാക്ഷന് വന്ന് 1/2ഉം 1/4ഉമാണ് ഫ്രാക്ഷൻ. അപ്പോൾ 2ൽ നിന്ന് 1 പോയാൽ 1 അല്ലേ? പ്ലസ് 2ൽ നിന്ന് 1 പോയാൽ 1. നോക്കി, 1/2ഉം 1/4ഉം ആവും നിങ്ങളെ. ഇവിടെ എന്താ ഡിനോമിനേറ്റർ ഡിഫറൻറ്റ്. ഒരിക്കലും ഡിനോമിനേറ്റർ ഡിഫറൻറ്റ് വന്നാൽ നമുക്ക് ചെയ്യാൻ നേരിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരേപോലെ ആക്കണം. അപ്പോൾ 2നെ 4 ആക്കാൻ നമുക്ക് പറ്റും. എന്താ 2 × 2, അവിടെ 2 കൊടുത്താൽ ഇവിടെയും കൊടുക്കണം അല്ലേ? എത്ര? 1 × 2 2/4 - 1/4. നോക്കിയേ, 1 + 2 എത്ര? 1 2 - 1 അല്ലേ? അപ്പം 1/4നെ അതുപോലെ എഴുതുക. = 1/4 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയാണോ ഇതിൽ മനസ്സിലാവുന്നത്, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് തെറ്റാതിരിക്കുന്നത്. എല്ലാവർക്കും ആ മെത്തേഡാണ് കൂടുതലും തെറ്റാതെ ചെയ്യുന്നത്. ഞാൻ നോക്കിയിട്ട് എല്ലാവരെയും ആ മെത്തേഡാണ് കുഞ്ഞുങ്ങളെ. ഇത് എല്ലാവരെയും തെറ്റുന്നുണ്ട്. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് ഈ സൈനൊക്കെ ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് പാടുള്ളവർ ആ രീതി തന്നെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ ഇന്ന് ഇത്രയും മതി കുഞ്ഞുങ്ങളെ. ഞാനിപ്പോൾ 3-4 ഞാൻ കുറേ എഴുതിയതായിരുന്നു. പക്ഷേ നമ്മുടെ ടൈം ഇപ്പോൾ ഒരുപാടാവുന്നുണ്ട്. ഒരു കണക്കേ പഠിച്ചുള്ളെങ്കിലും അത് വൃത്തിയായിട്ട് പഠിക്കുക, തെറ്റാതെ പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ കുഞ്ഞുങ്ങളെ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.